BJP സീൽ വിവാദത്തിൽ ആഭ്യന്തര വകുപ്പിൽ അസാധാരണ നീക്കം. സമൂഹ മാധ്യമ പോസ്റ്റുകൾ നീക്കാൻ നോട്ടീസ് നൽകുന്നത് നിർത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാണ് പോലീസ് ആസ്ഥാനത്തിന്റെ നിലപാട്. പ്രധാനമന്ത്രിയെ പരിഹസിച്ച വീഡിയോ നീക്കാഞ്ഞതിന് എക്സിനെതിരെ സൈബർ പോലീസ് കലാപശ്രമത്തിൽ കേസെടുത്തു. വ്യക്തികൾക്കല്ല സമൂഹ മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകുന്നത് എന്നാണ് സൈബർ ഓപ്പറേഷൻ വിങ്ങിന്റെ വിശദീകരണം. BJP സീൽ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ സ്വന്തം പോലീസിന്റെ നടപടിയിൽ അതൃപ്തരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. CPM ആണ് BJP സീൽ വിവാദം പുറത്തു കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖയിൽ BJPയുടെ സീൽ പതിപ്പിച്ചിട്ടുണ്ടെന്ന് ആദ്യം പുറത്തു പറഞ്ഞത് CPM ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയും ഒക്കെ പരിഹസിച്ച് വിവിധ എക്സ് ഹാൻഡിലുകളിലും മെറ്റ ഹാൻഡിലുകളിലും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ തുടർച്ചയായി പോലീസ് നോട്ടീസ് നൽകുന്നതിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അതൃപ്തി. ഈ നടപടി നിർത്തിവെക്കണമെന്ന് പോലീസിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് കൂട്ടാക്കാൻ പോലീസ് ആസ്ഥാനം തയ്യാറായിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് പോലീസിന്റെ പ്രവർത്തനം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന നടപടികൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് കേരള പോലീസ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ സീൽ വിവാദത്തിൽ ക്ലീൻ ചിറ്റ് നൽകാൻ മുഖ്യമന്ത്രിയും ഒരുക്കമല്ല. ഇത് ഏതെങ്കിലും ഒരാൾക്ക് പറ്റുന്ന ഒരു കൈപ്പിഴയായിട്ട് കണക്കാക്കാൻ പറ്റും. വളരെ തെറ്റായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിമർശനം ഉന്നയിച്ചു എന്നതിൻ്റെ മേലെ അവരുടെ പേരിൽ കേസെടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിരിക്കുമല്ലോ പോലീസ് നടപടി. അത്തരമൊരു നടപടി എങ്ങനെയുണ്ടായി? വിമർശനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയല്ലേ? അതേസമയം നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻ വിംഗ് രംഗത്തെത്തി. വ്യക്തികൾക്കല്ല നോട്ടീസ് നൽകുന്നത്. വിവിധ പോസ്റ്റുകളും അതിന്റെ ലിങ്കുകളും ചൂണ്ടിക്കാണിച്ച് മെറ്റയ്ക്കും എക്സിനുമാണ് നോട്ടീസ് നൽകുന്നത്. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മെറ്റ പോസ്റ്റുകൾ പിൻവലിക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ എക്സ് ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. മാത്രമല്ല, പോലീസ് നൽകുന്ന നോട്ടീസ് എക്സ് ആണ് അക്കൗണ്ട് ഉടമകൾക്ക് കൈമാറുന്നതെന്നാണ് സൈബർ ഓപ്പറേഷൻ വിംഗ് പറയുന്നത്. അതേസമയം സീൽ വിവാദത്തിന്റെ ചുവടുപിടിച്ച് പ്രധാനമന്ത്രിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കളിയാക്കുന്ന മറ്റൊരു വീഡിയോ എക്സിൽ പ്രത്യക്ഷപ്പെട്ടു. हमने ECI के लेटर पर भाजपा की मोहर मार दी. चिंता मत करो, इसका भी मेरे पास इलाज है. जिन जिन लोगों ने ये एक्सपोज किया है उन्हें पुलिस से नोटिस भिजवा देता हूँ. ഈ വീഡിയോ നീക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ ഓപ്പറേഷൻ വിഭാഗത്തെ സമീപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്സിന് സൈബർ ഓപ്പറേഷൻ വിംഗ് നോട്ടീസ് നൽകി. 3 മണിക്കൂറിനുള്ളിൽ ഈ AI വീഡിയോ നീക്കണമെന്നായിരുന്നു സൈബർ ഓപ്പറേഷൻ വിംഗിന്റെ നോട്ടീസ്. എന്നാൽ അത് കൂട്ടാക്കാൻ എക്സ് തയ്യാറായില്ല. തുടർന്ന് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് എക്സിനെതിരെ കേസെടുത്തു. പോസ്റ്റിട്ട വ്യക്തിയെയും എക്സിനെയും 1-2 പ്രതികളാക്കിയാണ് കേസെടുത്തത്. മതവൈര്യം വളർത്തി കലാപത്തിന് ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. FIRന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു.